നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം കായംകുളത്ത് തുടരുന്നു. 11 ഉപജില്ലകളിൽ നിന്നായി 6000-ഓളം പ്രതിഭകൾ പങ്കെടുക്കുന്നു. സംഘനൃത്തം ഉൾപ്പെടെയുള്ള ജനപ്രിയ ഇനങ്ങളാണ് തിങ്കളാഴ്ച വിവിധ വേദികളിൽ അരങ്ങേറിയത്. ചൊവ്വാഴ്ച സമാപിക്കും. ചേർത്തലയിൽ വീണ്ടും വാഹനാപകടം. ടോറസ് ലോറിയിടിച്ച സ്കൂട്ടർ യാത്രക്കാരിയായ യുവതി മരിച്ചു. ചേർത്തല കുറ്റിക്കാട് തയ്യിൽപ്പാടം ഉത്തമൻ്റെ മകൾ 39 വയസ്സുള്ള നിഷയാണ് മരിച്ചത്. ദേശീയപാതയിൽ ചേർത്തല അർത്തുങ്കൽ ബൈപ്പാസിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്കായിരുന്നു അപകടം. ജില്ലാ പഞ്ചായത്ത് അംഗമായ ബിബിൻ സി ബാബു പാർട്ടി വിട്ടുപോയതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച CPM പ്രവർത്തകർ. പത്തിയൂരിൽ കേക്ക് മുറിച്ചും പടക്കം പൊട്ടിച്ചുമാണ് പ്രവർത്തകർ ആഹ്ലാദം പ്രകടിപ്പിച്ചത്. കനത്ത മഴയെ തുടർന്ന് ആലപ്പുഴ ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലായി. നൂറുകണക്കിന് വീടുകളിലും വെള്ളം കയറി. ചേർത്തലയിലെ പ്രധാന റോഡുകളിലും വെള്ളക്കെട്ട്. പാണാവള്ളിയിൽ CPM പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു. വൈദ്യുതി ബിൽ അടയ്ക്കാത്തതിനെ തുടർന്ന് തെരുവ് വിളക്ക് തെളിയാതെ കിടന്ന പശ്ചാത്തലത്തിലായിരുന്നു ഉപരോധ സമരം. തകർന്ന റോഡ് നന്നാക്കാത്തതിൽ തീരദേശവാസികളുടെ വേറിട്ട പ്രതിഷേധം. ചേർത്തല തൈക്കൽ മുതൽ അന്ധകാരനഴി വരെ കിടപ്പ് സമരം നടത്തിയാണ് തീരദേശവാസികൾ പ്രതിഷേധം ഒരുക്കിയത്. യുവശബ്ദം ജനകീയ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം. വാർത്തകൾ വിശദമായി. ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം കായംകുളത്ത് പുനരാരംഭിച്ചു. സംഘനൃത്തം ഉൾപ്പെടെയുള്ള ജനപ്രിയ ഇനങ്ങളാണ് തിങ്കളാഴ്ച വിവിധ വേദികളിൽ നടന്നത്. 11 ഉപജില്ലകളിൽ നിന്നായി 6000-ഓളം കലാപ്രതിഭകളാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ചൊവ്വാഴ്ച കലോത്സവം സമാപിക്കും. ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം കായംകുളത്ത് നടക്കുന്ന റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം തുടരുന്നു. തിങ്കളാഴ്ച വേദി 1 ഗവൺമെൻറ് ഗേൾസ് HSSൽ HSS വിഭാഗത്തിൻ്റെ കോൽകളി മത്സരം നടന്നു. തുടർന്ന് UP HSS വിഭാഗത്തിൻ്റെ സംഘനൃത്തവും നടന്നു. വേദി 2 ഗവൺമെൻറ് ബോയ്സ് HSS ഓഡിറ്റോറിയത്തിൽ രാവിലെ 9-ന് UP HSS വിഭാഗം കുച്ചിപ്പുടിയും HSS വിഭാഗത്തിൻ്റെ നാടോടി നൃത്തവും നടന്നു. 3-ാം വേദിയായ ഗവൺമെൻറ് ബോയ്സ് HSൽ HSS സ്കിറ്റുകളും നടന്നു. 4-ാം വേദിയായ ഗവൺമെൻറ് ബോയ്സ് HSS മുകളത്തെ ഹാളിൽ UP HSS വിഭാഗം പദ്യം ചൊല്ലലും നടന്നു. UP HSS വിഭാഗത്തിലുള്ള ഹിന്ദി പദ്യം ചൊല്ലലും നടന്നു. BH സെന്ററിലെ തന്നെ 6-ാം വേദിയായ പുതിയ ഓഡിറ്റോറിയത്തിൽ UP HSS വിഭാഗം കഥാപ്രസംഗം നടന്നു. 7-ാം വേദിയായ ഗവൺമെന്റ് UPS ഓഡിറ്റോറിയത്തിൽ UP HS വിഭാഗം ഗാനാലാപന മത്സരങ്ങൾ അരങ്ങേറി. ഡിസംബർ 3-ന് വൈകിട്ട് 5-ന് നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി മുഖ്യപ്രഭാഷണം നടത്തും. മന്ത്രി P പ്രസാദ് വിജയികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്യും. കൊടിക്കുന്നിൽ സുരേഷ് MP മുഖ്യാതിഥിയാവും. MLAമാരായ ദലീമ ജോജോ, H സലാം, തോമസ് K തോമസ്, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് എന്നിവർ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കും. ടൈം ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ ജില്ലാ സ്കൂൾ കലോത്സവം UP വിഭാഗം കുച്ചിപ്പുടിയിൽ മണ്ണാറശാലയ്ക്ക് അഭിമാനം. മണ്ണാറശാല UP സ്കൂളിലെ അനാമികയ്ക്ക് ഫസ്റ്റ് A ഗ്രേഡ്. കലോത്സവ വേദിയെ സമ്പന്നമാക്കി കുച്ചിപ്പുടി. വേദി 2-ൽ UP വിഭാഗം പെൺകുട്ടികളുടെ കുച്ചിപ്പുടിയാണ് രാവിലെ ആരംഭിച്ചത്. മഴ മൂലം മത്സരാർത്ഥികൾ എത്താനും വൈകി. UP വിഭാഗം കുച്ചിപ്പുടിയിൽ 9 കുട്ടികളാണ് മത്സരത്തിനുണ്ടായിരുന്നത്. നല്ല പരിശീലനം ലഭിച്ച ഇവരെല്ലാം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ മത്സരിച്ച എല്ലാവർക്കും A ഗ്രേഡ് ലഭിച്ചു. ഹരിപ്പാട് മണ്ണാറശാല UP സ്കൂൾ വിദ്യാർത്ഥി അനാമികയ്ക്ക് ഫസ്റ്റ് A ഗ്രേഡ് ലഭിച്ചു. ടൈനൂസ്, കായംകുളം. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം സംഘഗാനത്തിന് ചേർത്തലയ്ക്ക് അഭിമാനം. ചേർത്തല സെൻറ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ ടീമാണ് A ഗ്രേഡോടെ 1-ാം സ്ഥാനം സ്വന്തമാക്കിയത്. കായംകുളത്ത് നടക്കുന്ന റവന്യൂ ജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം സംഘഗാനത്തിന് ചേർത്തലയ്ക്ക് ഫസ്റ്റ് A ഗ്രേഡ്. ചേർത്തല സെൻറ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ ടീമാണ് ഫസ്റ്റ് A ഗ്രേഡ് നേടി ചേർത്തലയ്ക്ക് അഭിമാനമായത്. ചേർത്തല സെൻറ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിന് സംഘഗാനത്തിന് UP വിഭാഗത്തിലും ഫസ്റ്റ് A ഗ്രേഡുണ്ട്. കഴിഞ്ഞ വർഷവും ഫസ്റ്റ് A ഗ്രേഡ് ലഭിച്ചിരുന്നു. പരമ്പുരളായി എന്ന ഗാനമാണ് 2-ലും ആലപിച്ചിട്ടുള്ളത്. ശ്രീകാന്താണ് പരിശീലകൻ. ടൈം ന്യൂസ്, ചേർത്തല.
മോണോ ആക്ടിൽ ഹാട്രിക് വിജയവുമായി കൃഷ്ണനന്ദ. ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിലെ ഹയർ സെക്കൻഡറി വിഭാഗം മോണോ ആക്ടിൽ മാന്നാർ നായർ സമാജം ഹയർ സെക്കൻഡറി സ്കൂളിലെ കൃഷ്ണനന്ദ എ ഗ്രേഡോടെ ഒന്നാം സ്ഥാനം സ്വന്തമാക്കി. കുഞ്ഞല്ലേ 2 വർഷത്തേക്ക് വീണ പോരെ എടാ, വീഴ്ചക്കനുസരിച്ചാണ് പോയിന്റ്. നീ എത്രമാത്രം അതിനനുസരിച്ച് നിന്റെ പോയിന്റ് ഇങ്ങനെ കേറി കേറി കേറി. മനസ്സിലായോ? ശരി മാഷെ, 30 തുള്ളി കാശ്. 30 തുള്ളി കാശ്. മാഷെ ഇങ്ങനെ ചെയ്താൽ സമ്മാനം ലഭിക്കുമോ മാഷെ? ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം മോണോ ആക്ടിൽ മാന്നാർ നായർ സമാജം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി കൃഷ്ണനന്ദയ്ക്ക് 3 വർഷവും 1ാം സ്ഥാനം നേടാനായി. മോണോ ആക്ട് വേദികളിലെ അപജയമായിരുന്നു വിഷയം. 7ാം ക്ലാസ് മുതലാണ് മോണോ ആക്ട് അവതരിപ്പിച്ചു തുടങ്ങിയത്. അപ്പോഴൊക്കെ 1ാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. കൂടിയാട്ടം കലാകാരി കൂടിയായ കൃഷ്ണനന്ദ നായർ സമാജം സ്കൂളിലെ കൊമേഴ്സ് വിദ്യാർത്ഥിനിയാണ്. അതേ സ്കൂളിലെ അധ്യാപകനായ രാജീവ് കുമാറിൻ്റെയും ചങ്ങനാശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക മഞ്ജുവിൻ്റെയും മകളാണ്. ആദം ഷാ, പ്രശാന്ത് എന്നിവർ പരിശീലകരാണ്. ടൈംസ് കായംകുളം. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് എത്തുന്നവർക്ക് സഹായഹസ്തവുമായി കായംകുളത്തെ ഓട്ടോ തൊഴിലാളികളും രംഗത്ത്. കായംകുളം KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഓട്ടോ സ്റ്റാൻഡിലെ തൊഴിലാളികളാണ് പബ്ലിസിറ്റി കമ്മിറ്റിയുമായി ചേർന്ന് കലോത്സവത്തിനെത്തുന്നവരെ സഹായിക്കുന്നത്. കായംകുളം KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഓട്ടോ സ്റ്റാൻഡിലെ തൊഴിലാളികളാണ് ദിവസേന കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു നിശ്ചിത ഭാഗം നീക്കിവെച്ച പബ്ലിസിറ്റി കമ്പനിയുമായി ചേർന്നുകൊണ്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നത്. കലോത്സവ വേദിയിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും യാത്രാ സൗകര്യവും അവർക്ക് കുടിക്കുവാനുള്ള വെള്ളവും ലഘുഭക്ഷണവും നൽകുകയും കൂടാതെ നഗരത്തിൽ ഫ്ലെക്സ് ബോർഡുകളും അലങ്കാര ലൈറ്റുകളും ഒരുക്കി വർണ്ണാഭമാക്കുകയും ചെയ്യുന്നു. ഓട്ടോ തൊഴിലാളികളുടെ ഇത്തരത്തിലുള്ള ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളെ കായംകുളം MLA യു പ്രതിഭ അനുമോദിച്ചു. നമ്മുടെ സംയുക്ത ഓട്ടോറിക്ഷ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കുഞ്ഞുങ്ങളെ വരവേൽക്കാൻ വേണ്ടി അവർ ഈ പ്രദേശം ദീപാലങ്കാരം കൊണ്ട് നിറയ്ക്കുകയും ഒപ്പം കുഞ്ഞുങ്ങൾക്ക് ദാഹം അകറ്റാൻ ക്ഷീണം അകറ്റാനായി തണ്ണീർ ഇവിടെ ഒരു കുടിവെള്ളം ഒരുക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു തണ്ണീർ പന്തൽ അവർ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും നമ്മൾ അവരോട് അങ്ങോട്ട് ആവശ്യപ്പെടുക പോലും ചെയ്യാതെയാണ് അവരത് ചെയ്തത്. അതിന് തീർച്ചയായിട്ടും സംഘാടക സമിതി അവരോട് കടപ്പെട്ടിരിക്കുന്നു, സ്നേഹം അറിയിക്കുന്നു. അതൊരു മനസ്സാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ പലയിടങ്ങളിൽ നിന്ന് ഇവിടെ വരുമ്പോൾ ഞങ്ങളുമുണ്ട് അവരോടൊപ്പം എന്ന് പറയാനുള്ള ഒരു മനസ്സിന് നാടിൻ്റെ എല്ലായിടങ്ങളിലും ഒരുപാട് കാര്യങ്ങളിൽ സഹകരിക്കുന്ന ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ്റെ മുഴുവൻ സംയുക്ത ട്രേഡ് യൂണിയനുകളോടും ഇവർ ഒരുക്കിയ സ്റ്റാളുകൾ സന്ദർശിക്കുകയും പ്രത്യേക അഭിനന്ദനവും നന്ദിയും അറിയിച്ചു. ഓട്ടോ തൊഴിലാളികളുടെ മാതൃകാപരമായ ഈ പ്രവർത്തനത്തിന് പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ മുണ്ടകത്ത് നവാസ് ആശംസകൾ അർപ്പിച്ചു. ഓട്ടോ തൊഴിലാളികളായ ഷിജാർ ഇസഹാക്ക്, ശശിധരൻ, അഫ്സൽ, സജീർ കൂട്ടുകൽ, സുരേഷ്, ഹിമൽ, കുമാർ, സുജിത്, ഹരികൃഷ്ണൻ, പബ്ലിസിറ്റി കമ്മിറ്റിയുടെ ഹുസൈൻ, മുജീബ് തട്ടാൻതറയിൽ, ഷൈജു, കബീർ, ഫായിസ്, അനിൽ ബോസ്, പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ അമാൻ തുടങ്ങിയവർ പങ്കെടുത്തു. ശശിധരൻ നന്ദി രേഖപ്പെടുത്തി. ടൈം ന്യൂസ് കായംകുളം. ജില്ലാ പഞ്ചായത്ത് അംഗം ബിബിൻ സി ബാബു പാർട്ടി വിട്ടു പോയതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച CPM പ്രവർത്തകർ. കേക്ക് മുറിച്ചും പടക്കം പൊട്ടിച്ചുമാണ് CPM പ്രവർത്തകർ ആഹ്ലാദം പങ്കുവച്ചത്. ബിബിൻ സി ബാബു CPM വിട്ട് BJPയിൽ ചേർന്നതിൽ കരിയിലക്കുളങ്ങര, പത്തിയൂർ മേഖലകളിലെ CPM പ്രവർത്തകർ കേക്ക് മുറിച്ചും പായസം വിതരണം ചെയ്തും ആഹ്ലാദം പങ്കിട്ടു. നമ്മളേവരും കഷ്ടപ്പെടുന്ന ഒരുപാട് രക്തസാക്ഷികൾ ഉള്ള ഈ പാർട്ടി രക്ഷപ്പെട്ട ഒരു സുദിനമാണ് ഇന്നലെ. നമ്മുടെ ഈ പാർട്ടിയെ കാർന്നു നിന്നൊരു മാരവരവം പോലെ നമ്മളെ പിന്തുടർന്നിരുന്ന ഒരാൾ നമ്മുടെ ഈ പാർട്ടിയെ രക്ഷിച്ച് പുറപ്പെട്ടു പോയിരിക്കുകയാണ്. മഹിളാ അസോസിയേഷൻ ജില്ലാ നേതാവും DYFI നേതാവുമായ മിനി സാജ ജബ്ബാർ, CPM പത്തിയൂർ, കരിയിലക്കുളങ്ങര ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, DYFI മേഖലാ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പോയി തന്നതിന് നന്ദി എന്നെഴുതിയ കേക്കാണ് പ്രവർത്തകർ മുറിച്ചത്. ടൈനോസ് ആലപ്പുഴ. ചേർത്തലയിൽ വീണ്ടും വാഹനാപകടം. ടോറസ് ലോറിക്ക് അടിയിൽപ്പെട്ട സ്കൂട്ടർ യാത്രക്കാരിയായ യുവതി മരിച്ചു. ചേർത്തല നഗരസഭ 34-ാം വാർഡിൽ കുറ്റിക്കാട്ട് തയ്യിൽപ്പാടം വീട്ടിൽ ഉത്തമൻ്റെ മകൾ നിഷാമോളാണ് മരിച്ചത്. 39 വയസ്സായിരുന്നു. ദേശീയപാതയിൽ ചേർത്തല അർത്തുങ്കൽ ബൈപ്പാസിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് ദാരുണമായ സംഭവം. ചേർത്തല നഗരസഭ 34-ാം വാർഡിൽ കുറ്റിക്കാട് തയ്യിൽപ്പാടം വീട്ടിൽ ഉത്തമൻ്റെ മകൾ നിഷാമോളാണ് മരിച്ചത്. 39 വയസ്സായിരുന്നു. ചേർത്തല അർത്തുങ്കൽ ബൈപ്പാസിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് അപകടം. ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ ടോറസ് ലോറിക്ക് അടിയിൽപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഭർത്താവ് ബിജുവുമായി അകന്നു കഴിയുകയായിരുന്നു. ഇത് സംബന്ധിച്ച കേസിനായി ചേർത്തല കോടതിയിൽ വന്നിരുന്നു. മടങ്ങി വീട്ടിലെത്തിയ ശേഷം വീണ്ടും ചേർത്തലയ്ക്ക് വരുമ്പോഴായിരുന്നു അപകടമെന്ന് പറയുന്നു. ഉഷയാണ് മാതാവ്. ചിന്മയ, അൻമിഹ എന്നിവർ മക്കളും നിമ്മി സഹോദരിയുമാണ്. സംസ്കാരം ചൊവ്വാഴ്ച നടക്കും. ടൈം ന്യൂസ് ചേർത്തല.
കോൺഗ്രസ് മുഹമ്മ നോർത്ത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച പ്രിയദർശിനി കോൺഗ്രസ് ഹൗസ് ഉദ്ഘാടനം ചെയ്തു. AICC ജനറൽ സെക്രട്ടറിയും ആലപ്പുഴ MP-യുമായ KC വേണുഗോപാൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കോൺഗ്രസ് മുഹമ്മ നോർത്ത് മണ്ഡലം കമ്മിറ്റി നിർമ്മിച്ച പ്രിയദർശിനി കോൺഗ്രസ് ഹൗസ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. വളരെ അഭിമാനകരമായിട്ടുള്ളൊരു മുഹൂർത്തമാണ് നമ്മളെല്ലാം സംബന്ധിച്ചിടത്തോളം ഇത്. മുഹമ്മയിൽ ഇതുപോലെ ഒരു ഒന്നാം തരം, സത്യത്തിൽ ഒരു ബ്ലോക്ക് ഓഫീസിനേക്കാൾ മികവുള്ള ഒരു ഓഫീസ് മുഹമ്മക്ക് സ്വന്തമായിട്ടുണ്ടായി എന്നുള്ളത് കോൺഗ്രസ് ഓഫീസ്. അതിനെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ സന്തോഷത്തിൽ പരിപൂർണമായിട്ട് ഞാനും പങ്കുചേരുകയാണ്. നിശ്ചയദാർഢ്യത്തോടുകൂടി ഒരുപാട് വെല്ലുവിളികളെ ഏറ്റെടുത്തുകൊണ്ട് സധൈര്യം മുന്നോട്ട് പോയി ഈ ഓഫീസ് യാഥാർത്ഥ്യമാക്കാൻ മുൻകൈ എടുക്കാൻ ഒരുപാട് പേരുടെ സഹായങ്ങളും സഹപ്രവർത്തനമുണ്ടായി. കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം അതാണ്. ആളെന്ത് പറഞ്ഞാലും നാട്ടിലെ ജനങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ മനസ്സിൽ ഇപ്പോഴും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പ്രസ്ഥാനമാണ്. എല്ലാവർക്കും കടന്നു വരാവുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ എല്ലാവരുടെയും സഹായവും സഹകരണവും നേതാക്കളുടെയും പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും, നേരത്തെ സുഗാന്തി പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റുകാരുടെ പോലും സഹായം ഈ കെട്ടിടം ഉണ്ടാക്കി. പക്ഷെ ഇതിനെല്ലാം നേതൃത്വം കൊടുക്കാൻ ഒരാൾ വേണ്ടേ? ഇത്തരം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഒരാൾ വേണ്ടേ? ആ പ്രവർത്തനങ്ങളൊക്കെ ചിട്ടയായി നന്നായി ഏകോപിപ്പിച്ച് ഈ കെട്ടിടം യാഥാർത്ഥ്യമാക്കിയതിൻ്റെ ഒന്നാമത്തെ ക്രെഡിറ്റ് സുഗാന്തിക്കുള്ളതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജനങ്ങളെ ഒന്നായി കാണുന്ന സർക്കാരിനെയാണ് രാജ്യത്തിന് ആവശ്യം. സർവമത സമ്മേളനത്തിലൂടെ വലിയ സന്ദേശമാണ് ശിവഗിരി മഠം നൽകിയതെന്നും KC വേണുഗോപാൽ MP പറഞ്ഞു. നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ VM സുഗാന്തി അധ്യക്ഷനായി. KPCC സംഘടനാ ജനറൽ സെക്രട്ടറി M ലിജു, ജനറൽ സെക്രട്ടറി MJ ജോബ്, DCC പ്രസിഡന്റ് ബാബു പ്രസാദ്, UDF ജില്ലാ ചെയർമാൻ CK ഷാജിമോഹൻ, KPCC സെക്രട്ടറി S ശരത്, KR രാജാറാം, KC ആന്റണി, R ശശിധരൻ, CD ശങ്കർ, S കൃഷ്ണകുമാർ, സജി കുര്യാക്കോസ്, CK അശോകൻ, TV ഉദയകരൻ, R വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. കയർ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട കയർ സെന്റർ CITU പ്രക്ഷോഭത്തിലേക്ക്. ഡിസംബർ 5-ന് സൂചനാ പണിമുടക്ക് നടത്തുമെന്ന് കയർ സെന്റർ സംസ്ഥാന പ്രസിഡന്റ് CB ചന്ദ്രബാബുവും ജനറൽ സെക്രട്ടറി KK ഗണേശനും ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരള കയർ വർക്കേഴ്സ് സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ ഡിസംബർ 5-ാം തീയതി കയർ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് അടിയന്തരമായി പരിഹാരം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംഘടിപ്പിക്കുന്ന സൂചനാ പണിമുടക്കിനെക്കുറിച്ചാണ് ഈ പ്രസ് കോൺഫറൻസിൽ പറയാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും കയർ തൊഴിലാളികളുടെ കൂലി നിശ്ചയിച്ചിട്ട് ഇപ്പോൾ 6 വർഷം കഴിഞ്ഞു. കൂലി പുതുക്കണമെന്നുള്ള ആവശ്യം ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ 240 രൂപ സൊസൈറ്റികളും അല്ലെങ്കിൽ ചെറുകിട ഉൽപ്പാദകരും, അതിനോട് ചേർത്ത് ഗവൺമെൻറ് 110 രൂപ വരുമാനം ഉറപ്പ് പദ്ധതി ഇൻകം സപ്പോർട്ട് സ്കീമിൻ്റെ ഭാഗമായി അങ്ങനെ 350 രൂപയാണ് കയർ തൊഴിലാളികൾക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. ഇത് കാലോചിതമായി പരിഷ്കരിക്കേണ്ട സമയം കഴിഞ്ഞു. പക്ഷേ കയർ മേഖലയിൽ നിലനിൽക്കുന്ന ചില സങ്കീർണമായ പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മുടെ സംസ്ഥാനമാണ് കയർ ഉൽപ്പന്നങ്ങളുടെ സിംഹഭാഗവും കൈകാര്യം ചെയ്തിരുന്നതെങ്കിലും ഇപ്പോൾ അത് മറ്റു പല സംസ്ഥാനങ്ങളും കൈയടക്കിയിരിക്കുകയാണ്. കയർ സെൻ്റർ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗവൺമെൻറ്റിനും അതുപോലെ കയർ വകുപ്പിനും പ്രത്യേകമായി നിവേദനങ്ങൾ നൽകി. ഈ കഴിഞ്ഞ 2 ദിവസക്കാലം 29, 30 തീയതികളിൽ കയർ സെൻ്ററിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള 15 യൂണിയനുണ്ട് കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിലായി. ഈ 15 യൂണിയനുകളുടെയും നേതൃത്വത്തിലുള്ള പ്രചരണ പരിപാടികൾ, പ്രചരണ ജാഥ, കൺവെൻഷനുകൾ, അതുപോലെ തന്നെ പ്രവർത്തക യോഗങ്ങളെല്ലാം സംഘടിപ്പിച്ചു കഴിഞ്ഞു. 5-ാം തീയതി തൊഴിലാളികൾ ഒരു ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന സൂചനാ പണിമുടക്കിനാണ് നേതൃത്വം നൽകുക. ആ ദിവസം കയർ വ്യവസായം കേന്ദ്രീകരിച്ചുള്ള പ്രദേശങ്ങളിലെ വില്ലേജ് ഓഫീസുകളിലേക്കും സർക്കാർ ഓഫീസുകളിലേക്കും തൊഴിലാളികളുടെ മാർച്ചും ധർണയും സംഘടിപ്പിക്കുകയും ചെയ്യും. കയർ തൊഴിലാളികളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡിസംബർ 5-ന് സൂചനാ പണിമുടക്ക് സംഘടിപ്പിക്കുവാൻ ആലപ്പുഴയിൽ ചേർന്ന കേരള കയർ സെന്റർ CITU സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. കയർപിരി തൊഴിലാളികളുടെ കൂലി കാലോചിതമായി പരിഷ്കരിക്കുക, ക്ഷേമനിധി ആനുകൂല്യങ്ങളുടെ കുടിശ്ശിക തീർത്തു നൽകുക, ഉൽപ്പാദന മേഖലയിൽ IRC തീരുമാനം നടപ്പിലാക്കുക, കയർ ഫണ്ട് മുഖേന ചകിരിക്ഷാമം പരിഹരിക്കുവാൻ നടപടികൾ സ്വീകരിക്കുക, തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുവാൻ വേണ്ട ഇടപെടലുകൾ നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്കുന്നത്. കയർപിരി തൊഴിലാളികളുടെ കൂലി പുതുക്കി നിശ്ചയിച്ചത് 2017-ലാണ്. വരുമാനം ഉറപ്പ് പദ്ധതി പ്രകാരമുള്ള തുക കൂടി ചേർത്ത് 350 രൂപ മാത്രമാണ് ഒരു ദിവസം കയർ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന കൂലി.
ജീവിത ചിലവിൽ വന്നിട്ടുള്ള വർധനവ് കണക്കിലെടുത്ത് കൂലി പുതുക്കി നിശ്ചയിക്കുക എന്ന ആവശ്യമാണ് സമരത്തിലൂടെ യൂണിയൻ ഉന്നയിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് തുടരുന്ന സാമ്പത്തിക ഉപരോധത്തിന് നടുവിലും പരമ്പരാഗത വ്യവസായങ്ങളെ പ്രത്യേകിച്ച് കയർ മേഖലയെ സംരക്ഷിക്കുന്ന നയമാണ് LDF സർക്കാർ സ്വീകരിച്ചത്. കൂലി വർധനവ് അടക്കമുള്ള ഈ മേഖലയിലെ തൊഴിലാളികളുടെ മറ്റ് ന്യായമായ അവകാശങ്ങളും പരിഹരിക്കുവാൻ നടപടികൾ സ്വീകരിക്കണമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രസിഡന്റ് CB ചന്ദ്രബാബു, ജനറൽ സെക്രട്ടറി KK ഗണേശൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈനൂസ്, ആലപ്പുഴ. കനത്ത മഴയെ തുടർന്ന് ആലപ്പുഴ ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി. നൂറുകണക്കിന് വീടുകളിൽ വെള്ളം കയറി. ചേർത്തല നഗരത്തിൻ്റെ വിവിധ റോഡുകളിലും വെള്ളക്കെട്ട് രൂക്ഷം. കനത്ത മഴയെ തുടർന്ന് ആലപ്പുഴ ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലായി. ചേർത്തലയിലെ പ്രധാന റോഡുകളിലും വെള്ളക്കെട്ട്. ശക്തമായ മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലാണ്. ചേർത്തല നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷം. നഗരഹൃദയമായ ചേർത്തല കോടതി കവലയിലെ വെള്ളക്കെട്ട് വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും വ്യാപാരികൾക്കും ദുരിതമാവുന്നു. ഒറ്റ മഴ പെയ്താൽ തന്നെ റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെടും. പ്രധാന കേന്ദ്രത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടി വേണമെന്ന് ജനങ്ങൾ ഏറെ നാളായി ആവശ്യപ്പെടുന്നതാണ്. ചേർത്തല ടൗണിലെ ഏറ്റവും ജനത്തിരക്കുള്ളൊരു കവലയാണ്. ഈ കവലയിൽ കോടതിയിൽ വരുന്ന ഒത്തിരി ആളുകളും അനേക ആളുകൾ പ്രായമുള്ളവരും ഇല്ലാത്തവരും മറ്റ് ജനങ്ങൾ ഇവിടെ എന്തോരം വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കരുകുറ്റിക്ക് കാണാത്തിനവ് ഇതൊക്കെ പോകാൻ ആളുകൾ വരുന്നു. കുറേ ആളുകൾ ഇത് കണ്ടില്ല എന്ന് നമ്മുടെ അധികാരികൾ അറിയുകയാണ്. പല പ്രാവശ്യം ഇതിനെ സംബന്ധിച്ചിടത്തോളം പരാതിയും മറ്റ് RDOയ്ക്കൊക്കെ പരാതി കൊടുത്തിട്ട് ഇന്ന് വരെ അതിനൊരു പരിഹാരം ഉണ്ടാകും. ചേർത്തല വേളൂർവട്ടം ക്ഷേത്രത്തിന് കിഴക്ക് ഭാഗത്തും രൂക്ഷമായ വെള്ളക്കെട്ട്. വാഹനയാത്രക്കാരും കാൽനട യാത്രക്കാരും ഏറെ ദുരിതം നേരിടുന്നു. ഇന്നലെ നിർത്താതെ പെയ്ത മഴയിൽ കടയുടെ മുന്നിൽ രൂപപ്പെട്ട വെള്ളക്കെട്ടാണിത്. ഇതുമൂലം ഈ പരിസരത്തുള്ള കടകളിലൊക്കെ കച്ചവടത്തെ വളരെ ബാധിച്ചിട്ടുണ്ട്. അതിനാൽ ഇതിൻ്റെ അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി എടുക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. ഇവിടെയുള്ള തോട്ടിലൂടെ വെള്ളം ഒഴുകിപ്പോകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. റോഡുകളിൽ മാത്രമല്ല താഴ്ന്ന പ്രദേശങ്ങളും വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്നു. നൂറുകണക്കിന് വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. മഴ ശക്തിപ്പെട്ടാൽ ജനജീവിതം വീണ്ടും ദുസ്സഹമാകും. ടൈം ന്യൂസ്, ചേർത്തല. പാണവള്ളിയിൽ CPM പ്രവർത്തകർ പഞ്ചായത്ത് സെക്രട്ടറിയെ തടഞ്ഞുവെച്ചു. വൈദ്യുതി ബിൽ അടയ്ക്കാത്തതിനെ തുടർന്ന് തെരുവ് വിളക്കുകൾ തെളിയാതെ കിടക്കുന്ന പശ്ചാത്തലത്തിലാണ് CPM പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചത്. അവിടെ സാറിനെ റിക്വസ്റ്റ് ചെയ്തിട്ട് അത് കേട്ടില്ലെന്ന് പറയുമ്പോൾ അത് ഏത് രീതിയിലായിരിക്കും സാർ റിക്വസ്റ്റ് ചെയ്യുന്നത്? ഇപ്പോൾ സാറ് പറഞ്ഞില്ല സാറിന്റെ വീട്ടിലെ കറണ്ട് കട്ടിയിട്ടില്ല. സാറിന് അപ്പം എനിക്ക് അറിയാവുന്നതല്ലേ കട്ടിയാത്ത ആ വീട്ടിൽ എവിടെയാണെങ്കിലും ഒരു ദിവസം കുറച്ചു നേരം നമ്മുടെ ഈ കറണ്ട് കട്ട് ചെയ്താലുള്ള അസഹിഷ്ണുത നമുക്കറിയാമല്ലോ. ഒരു 2 വാർഡ് അവർ 27-ാം തീയതി ഡിസ്കണക്ഷൻ ഡേറ്റ് 27-ാം തീയതി 27, 28, 29, 30 വരെ കാത്തു. ഉദ്യോഗസ്ഥർ നേരിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഇതെല്ലാം ചെയ്തിട്ടും നമ്മൾ അടയ്ക്കരുതെന്ന് നമ്മുടെ ഒരു ഭാവം. ഇത് മറ്റേ KSEBയും പിന്നെ ഇവരും കൂടി എന്താണ് റോഡ് അതോറിറ്റി കൂടി വന്ന പോലെയല്ല തമ്മിൽ മത്സരം. അതുപോലെ നമ്മൾ അടക്കത്തില്ലെന്ന് വാശിക്കുക. നമ്മളെന്തിനാ വാശി പിടിക്കുക? അതാണ് നമ്മൾ പറഞ്ഞത്. അത് വേറെ ചില സാറിനെ കൊണ്ടല്ല. സാർ അതറിഞ്ഞിട്ട് സാറ് വിചാരിക്കുന്നതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നടന്നു പോകുന്നുണ്ടെന്നതാണ്. പക്ഷെ അവിടെ ഇരിക്കുന്ന ചിലരുടെ ധാരണ പാണവള്ളി പഞ്ചായത്ത് 1-ാം വാർഡിലെ കാരിക്കുഴി മേഖലയിലും 6-ാം വാർഡിലെ അരയങ്കാവ് മേഖലയിലും വഴിവിളക്ക് തെളിയാത്തത് പ്രതിഷേധത്തിന് വഴിയൊരുക്കി. വൈദ്യുതി ബിൽ അടയ്ക്കാത്തതിനെ തുടർന്ന് KSEB വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. 2 വാർഡുകളിലും CPM അംഗങ്ങളാണ്. ഇതിനെ തുടർന്നാണ് പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചത്. പ്രതിഷേധത്തെ തുടർന്ന് 7,995 രൂപ വൈദ്യുതി ബിൽ തുക KSEBക്ക് കൈമാറി. ജനപ്രതിനിധികളായ PM പ്രമോദ്, രാജേഷ്, വിവേകാനന്ദ, KE കുഞ്ഞുമോൻ, ധനേഷ് കുമാർ, ഹരീഷ്മ വിനോദ്, ധന്യ സന്തോഷ്, ലക്ഷ്മി, ഷാജി, ശാലിനി, സമീഷ്, അനിരുദ്ധൻ തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്തു. നവംബർ 7-ാം തീയതി ഇവിടെ KSEB ഇവിടെ 2 മൊത്തം കറണ്ട് ചാർജിന്റെ പിന്നെ അല്ലേ പിന്നെ ഇവിടെ സമർപ്പിച്ചിരുന്നു. പക്ഷേ ഈ പറയുന്ന 1-ാം വാർഡിലെയും 6-ാം വാർഡിലെയും 2 വാർഡുകളിലെ ഡ്യൂ ഇട്ടതിന് ശേഷമാണ് ഈ പറയുന്ന ബാക്കി എല്ലാ ബില്ലുകളും അടച്ചത്. അപ്പോൾ ഇത് KSEBയുടെ വോയിസ് റെക്കോർഡുണ്ട്. ഈ 2 വാർഡുകളിലെ ഡ്യൂ ഉണ്ട്, അടച്ചില്ലെങ്കിൽ ഇത് കട്ട് ചെയ്യും എന്ന് അവർ കൃത്യമായി ഇവിടെ പിന്നെ വോയിസ് മെസ്സേജ് മെമ്പർക്കും ഇതിൻ്റെ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർക്കും നൽകിയിരുന്നു. ആ വോയിസ് മെസ്സേജ് തന്നെ
സെക്രട്ടറിയെ ഉൾപ്പെടെ ബോധ്യപ്പെടുത്തിയിരുന്നു. കറണ്ട് ചാർജ് അടച്ചില്ലെങ്കിൽ ഇന്ന് രാത്രി ഇത് കട്ട് ചെയ്യും. അപ്പോൾ കട്ട് ചെയ്യും എന്ന് ബോധ്യപ്പെടുത്തിയിട്ട് പോലും ഇവിടുത്തെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾ ഈ പൈസ അടക്കാതിരുന്നത് കൊണ്ട് 2 വാർഡാണ് 2 ദിവസക്കാലം ഇന്നും അടച്ചിട്ടില്ല. ഇന്നലെ ശനിയാഴ്ച മുതൽ ഇരുട്ടിലാണ്. ടൈം ന്യൂസ് ചേർത്തല. തകർന്നു കിടക്കുന്ന റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധം. തീരദേശവാസികളുടെ വേറിട്ട സമരം. തൈക്കൽ ഒറ്റമശ്ശേരി മുതൽ അന്തകാനഴി വരെയാണ് കിടപ്പ് സമരം സംഘടിപ്പിച്ചത്. യുവശബ്ദം ജനകീയ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു തീരദേശവാസികൾ റോഡിൽ കിടപ്പ് സമരം സംഘടിപ്പിച്ചത്. ചേർത്തല തൈക്കൽ മുതൽ അന്തകാനഴി വരെയുള്ള തീരദേശ റോഡ് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യുവജന കൂട്ടായ്മയായ യുവശബ്ദത്തിന്റെ നേതൃത്വത്തിൽ തീരദേശവാസികളുടെ വേറിട്ട സമരം. തൈക്കൽ മുതൽ അന്തകാനഴി വരെയുള്ള 7 കിലോമീറ്റർ ദൂരത്തിൽ പ്രദേശവാസികളായ നാട്ടുകാർ ഒന്നുചേർന്ന് കിടപ്പ് സമരം നടത്തി. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 4 മണി വരെ നടത്തിയ സമരത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് തീരദേശവാസികൾ അണിനിരന്നു. പ്രതികൂലമായ കാലാവസ്ഥയെ അവഗണിച്ചുകൊണ്ടാണ് റോഡിന്റെ ആവശ്യത്തിനായി ജനങ്ങൾ തെരുവിലിറങ്ങിയത്. റോഡിന്റെ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കിയില്ലെങ്കിൽ ശക്തമായ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് യുവശബ്ദം പ്രവർത്തകർ പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് അവർ ഒരു കാര്യം അവർക്ക് വേണ്ടി ആവശ്യപ്പെടുമ്പോൾ അവരുടെ കൂടെ നിൽക്കുന്നതും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതും. തീർച്ചയായും ഇങ്ങനെയുള്ള ഞങ്ങളുടെ തീരദേശത്തുള്ള ജനതകൾ നിങ്ങൾക്കറിയാവുന്നതാണ്, പ്രളയം വന്ന സമയത്ത് എല്ലാത്തിനേക്കാളും കൂടുതലായിട്ട് ഗവൺമെൻറ്റിനോട് ചേർന്നും അല്ലാതെയും ഏതൊക്കെ തരത്തിൽ എന്തുമാത്രം കഷ്ടപ്പാട് സഹിച്ചും സ്വന്തം തൊഴിലുകൾക്ക് തകരാറുകളുണ്ടായിട്ട് പോലും ഒന്നും നോക്കാതെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരാണ് ഞങ്ങൾ തീരദേശവാസികൾ. അങ്ങനെ കിടക്കുന്ന ഞങ്ങളുടെ അവകാശങ്ങൾ, ഞങ്ങളുടെ അവസ്ഥകൾ, അത് ഒരുപാട് നാളായിട്ട് ഇങ്ങനെ ഒന്നും കാണാത്ത രീതിയിൽ കിടക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളും വിഷമതകളും ഏറുന്നവരാണ് ഇവിടെയുള്ള ഞങ്ങളുടെ വാസികൾ. പ്രത്യേകിച്ച് ഈ ഒറ്റമശ്ശേരി സ്ഥലത്ത് ഇത് തീർച്ചയായിട്ടും ഇതൊരു ഹോട്ട്സ്പോട്ടാണ്. അതായത് ചെല്ലാനം കഴിഞ്ഞാൽ വരുന്നൊരു ഹോട്ട്സ്പോട്ട് ഇതാണ്. വിഴിഞ്ഞത്തിന് മുമ്പ് വരുന്ന ഹോട്ട്സ്പോട്ട് ഇതാണ്. അപ്പോൾ അത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഹോട്ട്സ്പോട്ടായിട്ട് കിടക്കുന്നിടത്ത് കടലിനും ആറിനും ഇടയിൽ 200 കിലോമീറ്റർ പോലും ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ദൂരം പോലും ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ കടൽ കയറി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ തീരദേശം, ഞങ്ങളുടെ ഈ ദേശം മൊത്തം നശിച്ചു പോകും. അപ്പോൾ ഇത്രയും പേര് അധിവസിക്കുന്ന ഈ ഒരു ഇടത്ത് അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളത് കണ്ണു തുറക്കേണ്ടവരുടെ അധികാരത്തിന് കീഴിൽ വരുന്നതാണ്. അതിൽ അധികാരത്തിലിരിക്കുന്നവർ പ്രത്യേകമായിട്ട് ശ്രദ്ധ പുലർത്തണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കും. കുഞ്ഞുങ്ങളെ കൊണ്ട് ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി ഞങ്ങൾ മൊത്തം കുണ്ടും കുഴിയുമാണ്. ഞങ്ങൾ ആ കുഴിയിലൊക്കെ വീണ് മുട്ടും പൊട്ടി കാലും പൊട്ടി കുഞ്ഞുങ്ങളെയൊക്കെ പിഴച്ച് വീഴുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യം റോഡാണ്. ഞങ്ങൾക്ക് റോഡ് വേണം. ഇതാണ് റോഡിന്റെ അവസ്ഥ. ഈ റോഡ് കണ്ടല്ലോ, ഇതാണ് ഇതിന്റെ അവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കണേ. ഒരു 1.5 കൊല്ലമായി നാട്ടുകാർ റോഡിന് വേണ്ടി കിടന്ന് നിലവിളിക്കാൻ തുടങ്ങിയിട്ട്. ഇതിപ്പോൾ 2ാം ഘട്ട സമരമാണ് ഒരു ജനത മുഴുവനായിട്ട് വന്നിരിക്കുന്നത്. നിങ്ങളൊന്ന് കാണേണ്ടത്, അധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത്. ഞങ്ങൾക്ക് റോഡാണ് വേണ്ടത്, വേറെ ഒന്നും ആവശ്യമില്ല. ആലപ്പുഴ ജില്ലയിൽ ഈ ചേർത്തല താലൂക്കിൽ ഈ ഒരു പ്രദേശം, അതായത് തൈക്കൽ മുതൽ അന്തകാനഴി വരെയുള്ള ഈ പ്രദേശത്തോടാണ് ഇത്രയും അവഗണന. ഇവിടെ എല്ലാ രീതിയിലുള്ള ജനപ്രതിനിധികളും എല്ലാ രീതിയിലുള്ള ആൾക്കാർ സഹകരിക്കുന്ന ഒരു പ്രദേശവും ഏറ്റവും കൂടുതൽ യാത്രക്കാർ സഞ്ചരിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ്. വർഷങ്ങളായിട്ട് ഇതിനോട് എല്ലാ രീതിയിലുള്ള നിവേദനം കൊടുക്കലും എല്ലാ രീതിയിലുള്ള എന്ന് നടത്തിയിട്ടും അവഗണനയുള്ള അവഗണന. അതേസമയത്ത് ചേർത്തല കണിച്ചുകുളങ്ങര അങ്ങ് ആ പ്രദേശത്തൊക്കെ റോഡ് ഈ കഴിഞ്ഞ ആഴ്ചയിലുണ്ട് അറിയുന്നു. ഇവിടെ ഫണ്ടില്ല എന്ന് പറയുന്നു. ഈ ഇത്രയും വലിയൊരു റോഡ് ഉണ്ടായിട്ടും ഈ കിഴക്ക് നാഷണൽ ഹൈവേയിലെ നിർമ്മാണ പ്രവർത്തനത്താൽ കൂടുതലും വാഹനങ്ങൾ ഇതിലെയാണ് പോകുന്നത്. ഈ വാഹനങ്ങളെല്ലാം പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഈ യാത്രാ ബുദ്ധിമുട്ടും കാര്യങ്ങൾക്കും പരിഹരിക്കാൻ ആരുമില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളുടെ പ്രതിഷേധമാണിത്. ഇനി ഇതിലും ശക്തമായ പ്രതിഷേധം ഇനിയും ഉണ്ടാവും. ഒറ്റമശ്ശേരിയിൽ പോൾ ആന്റണി, ഫ്രാൻസിസ് സാലസ്, മെൽബിൻ, റോക്സൺ ജോസഫ് എന്നിവരും, വെട്ടക്കൽ പ്രദേശത്ത് ജെറിൻ സോളമൻ, ബോണി പീറ്റർ, ബാസ്റ്റിൻ ആൻഡ്രൂസ്, ആന്റണി കുരിശിങ്കൽ, കലേഷ് ജോൺ എന്നിവരും, അഴീക്കൽ പ്രദേശത്ത് വിക്ടർ ജോസ്, ജെസിൽ സോളമൻ,
ലിജിൻ സ്രാമ്പയ്ക്കൽ എന്നിവരും നേതൃത്വം നൽകി. ടൈം ന്യൂസ് ചേർത്തല. ചേർത്തല ശ്രീനാരായണ കോളേജിലെ മലയാളം അധ്യാപകനായിരുന്ന OS സഞ്ജീവൻ്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ കാവ്യ പുരസ്കാരം സമ്മാനിച്ചു. ചേർത്തല വുഡ്ലാൻഡ്സ് ഹാളിൽ നടന്ന ചടങ്ങിൽ AV ശ്രീനിവാസിന് പുരസ്കാരം സമ്മാനിച്ചു. ചേർത്തല SN കോളേജിലെ മലയാളം അധ്യാപകനായിരുന്ന OS സഞ്ജീവിന്റെ സ്മരണാർത്ഥം രൂപീകരിച്ച സഞ്ജീവനം സാംസ്കാരിക സമിതി ഏർപ്പെടുത്തിയ രണ്ടാമത് സഞ്ജീവനം കാവ്യ പുരസ്കാരം AV ശ്രീനിവാസിന് സമ്മാനിച്ചു. ശ്രീനിവാസിന്റെ ഭാഷയില്ലാത്തൊരപ്പന്റെ പേച്ച് എന്ന കവിതയ്ക്കാണ് പുരസ്കാരം. 10,000 രൂപയും ഫലകവും പ്രശസ്തിപത്രവും അടങ്ങുന്ന പുരസ്കാരം യുവ എഴുത്തുകാരൻ ലാസർ ഷെയ്ൻ സമ്മാനിച്ചു. SN കോളേജ് ഉണ്ടാകുന്നത് ഓരോ പിടി അരി കളക്ട് ചെയ്തിട്ടുണ്ടാക്കിയ ഒരു കോളേജ്. നമ്മുടെ ഇവിടുത്തെ മിക്കവാറും ഈ ചേർത്തല പ്രദേശത്തുള്ള മിക്കവാറും എല്ലാ കോളേജുകളും സ്കൂളുകളും ഒക്കെ എടുത്തു നോക്കിയാൽ നമുക്കറിയാം, അങ്ങനെ ഉത്ഭവിച്ചിട്ടുള്ളതായിട്ടുള്ള കുറെ ആളുകൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കുറെ സ്ഥാപനങ്ങൾ നമ്മൾ ഈ കാണുന്ന വിദ്യാലയങ്ങളെല്ലാം തന്നെ. എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ SN സ്കൂളുകളിലാണ് സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത് എന്നുള്ളതാണ്. ഞാൻ ആദ്യം പഠിക്കുന്ന പൂച്ചാക്കൽ ശ്രീകണ്ഠേശ്വരം സ്കൂളിലാണ്. കവയത്രി ഡോക്ടർ C അമൃത ആമുഖ പ്രഭാഷണം നടത്തി. SN കോളേജ് മലയാളം വിഭാഗം മേധാവി TR രതീഷ് കവിതകൾ അവലോകനം ചെയ്ത് സംസാരിച്ചു. ഡോക്ടർ PG പ്രദീപ് കുമാർ, MB കൃഷ്ണമൂർത്തി, ഡോക്ടർ C ലേഖ, ഡോക്ടർ P ശ്രീമോൻ, ഡോക്ടർ PN ഷാജി, ഡോക്ടർ TP ബിന്ദു എന്നിവർ ഓർമ്മത്തിരി തെളിയിച്ചു. പുല്ലാങ്കുഴൽ കലാകാരൻ രാജേഷ് ചേർത്തല, ഗായകൻ കിഷോർ, ചിത്രകാരി കാജൽ ദത്ത്, ഗായകൻ JC ജ്യോതിക്കുട്ടൻ, ചിത്രകാരി നിഷ സുബ്രഹ്മണ്യൻ, ചിത്രകാരൻ രാജീവ് പീതാംബരൻ, ഗാനരചയിതാവ് മനോജ് കാവുങ്കൽ, കവി R സബീഷ് മണവേലി എന്നിവർ പങ്കെടുത്തു. സഞ്ജീവനം സാംസ്കാരിക സമിതി ചെയർപേഴ്സൺ സോണി സീതാറാം അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ M രാജേഷ് സ്വാഗതവും ട്രഷറർ സുജീവ് സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് കാവ്യാഞ്ജലിയും നടന്നു. ടൈം ന്യൂസ് ചേർത്തല. ലോക എയ്ഡ്സ് ദിനത്തിൽ വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ചന്ദ്രൂർ ECEK യൂണിയൻ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. ലോക എയ്ഡ്സ് ദിനത്തിൽ വിദ്യാർത്ഥികൾക്കായി വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ചമ്മനാട് ECEK യൂണിയൻ ഹൈസ്കൂളിൽ നടന്ന പരിപാടിയിൽ ഹൈസ്കൂൾ വിഭാഗത്തിലെ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കോളംതുരുത്ത് കുടുംബാരോഗ്യ കേന്ദ്രം, കുത്തിത്തോട് ജനമൈത്രി പോലീസ്, ക്രൈംബ്രാഞ്ച് സെൽഫ് ഡിഫൻസ് ടീം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ക്ലാസ് നടത്തിയത്. എയ്ഡ്സ് രോഗത്തെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും വിശദമായി കുട്ടികളെ ബോധവൽക്കരിച്ചു. കൂടാതെ കുട്ടികൾ പൊതുസമൂഹത്തിൽ നിന്നും നേരിടുന്ന വിവിധ പ്രശ്നങ്ങളും ചർച്ചയായി. മനസ്സിലാകുന്നല്ലോ, ഈ പ്രേമവും പ്രണയവും എന്നൊക്കെ പറഞ്ഞു പോകുന്ന ആൾക്കാരാണല്ലോ അല്ലേ ഈ ആവശ്യമില്ലാത്ത പണികളിലൊക്കെ ഏർപ്പെടുന്നത് ആണല്ലോ. നമ്മുടെ പെൺകുട്ടികളാണെങ്കിൽ ഇഷ്ടപ്പെട്ടവർക്ക് നമ്മുടെ അടുക്കലുണ്ടെങ്കിൽ ശരീരത്തോട്ട് പ്രധാന അധ്യാപിക ജയശ്രീ സ്വാഗതം പറഞ്ഞു. പോലീസ് വിഭാഗത്തിലെ ആശ, ദീപ, പ്രീത, ജോബി എന്നിവരായിരുന്നു ക്ലാസുകൾ കൈകാര്യം ചെയ്തത്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ HI ലേഖ, JHI മാനിഷ, JPHN ബിന്ദു, ജെനി തുടങ്ങിയവർ ക്ലാസിന് നേതൃത്വം കൊടുത്തു. ടൈം ന്യൂസ് തുറവൂർ. സംസ്ഥാന സർക്കാരിൻ്റെ മാലിന്യ വിമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമാകാൻ ആര്യാട് കൈതത്തിൽ ഖണ്ഡാകർണ ക്ഷേത്രം. ഭക്തജനങ്ങളുടെ വീടുകളിലെ കേടായ ഉപകരണങ്ങളും മറ്റു വസ്തുക്കളും ശേഖരിച്ചാണ് ക്ഷേത്രം പദ്ധതിയുടെ ഭാഗമാകുന്നത്. സർക്കാരിൻ്റെ മാലിന്യമുക്ത നവകേരള സൃഷ്ടിയുടെ ഭാഗമാകാൻ ആലപ്പുഴ ആര്യാട് കൈതത്തിൽ ഖണ്ഡാകർണ ശിവമഹാക്ഷേത്രവും പങ്കാളിയാകുന്നു. വിശ്വാസികളുടെ വീടുകളിലെ കേടായ ഉപകരണങ്ങളും വസ്തുക്കളും ശേഖരിച്ച പദ്ധതിയുടെ ഭാഗമാകുന്നതിനൊപ്പം ക്ഷേത്രത്തിൻ്റെ രണ്ടാം ഘട്ട വികസനത്തിനുള്ള പണസമാഹരണവുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ആര്യാട് പഞ്ചായത്ത് 3-ാം വാർഡിലെ വാടയിൽ പറമ്പിൽ പുരുഷന്റെ വീട്ടിൽ നിന്നും സാധനങ്ങൾ ഏറ്റുവാങ്ങിയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KD മഹീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിൻ്റെ മാലിന്യമുക്ത നവകേരളത്തിൻ്റെ പ്രവർത്തനം ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം വളരെ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ആ കൂടെ കൈതത്തിൽ ക്ഷേത്രയോഗവും പങ്കുചേരുകയാണ്. കൈതത്തിൽ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ഒരു ഘട്ടം പൂർത്തീകരിച്ചു. രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്ന ഈ അവസരത്തിൽ ക്ഷേത്ര പരിസരവും അതുപോലെ തന്നെ പ്രദേശത്തെ വാർഡുകളുമെല്ലാം മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടി ക്ഷേത്രവും കമ്മിറ്റി അംഗങ്ങളും ഇവിടുത്തെ നാരായണ സമിതി അംഗങ്ങളും മറ്റു രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രവർത്തകരും ADSൻ്റെ പ്രവർത്തകർ, CDSൻ്റെ പ്രവർത്തകർ, ഹരിതസേനയുടെ
പ്രവർത്തകരെല്ലാം ചേർന്നുകൊണ്ട് നമ്മുടെ ക്ഷേത്ര പരിസരവും അതിൻ്റെ തൊട്ടടുത്തുള്ള വാർഡുകളുമെല്ലാം മാലിന്യമുക്തമാക്കുന്ന വലിയ ഒരു പ്രവർത്തനത്തിലേക്ക് ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദേവസ്വം പ്രസിഡന്റ് പി ജയ്മോൻ, സി ഷാജി, കവിത ഹരിദാസ്, കെ എസ് സനോജ്, കനകമ്മ വിവേകാനന്ദൻ എന്നിവർ സംസാരിച്ചു. TV, ഫ്രിഡ്ജ്, ഫാൻ, കസേര, പ്ലാസ്റ്റിക് പാത്രങ്ങൾ, കമ്പ്യൂട്ടർ, ന്യൂസ് പേപ്പർ എന്നിങ്ങനെയുള്ള വസ്തുക്കളാണ് ശേഖരിക്കുന്നത്. ക്ഷേത്ര വികസനത്തിനുള്ള പദ്ധതി കൂടിയായതിനാൽ നാട്ടുകാരിൽ നിന്നും നല്ല സഹകരണമാണ് ലഭിക്കുന്നതെന്ന് KD മഹീന്ദ്രൻ, പി ജയ്മോൻ എന്നിവർ പറഞ്ഞു. നേരത്തെ മുൻകൂട്ടി അറിയിപ്പ് കൊടുത്തുകൊണ്ട് അജൈവ മാലിന്യ വസ്തുക്കൾ ശേഖരിച്ചുകൊണ്ട് ഒരു ക്ലീൻ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി കിട്ടുന്ന എല്ലാത്തരം അജൈവ വസ്തുക്കളും അത് ക്ഷേത്രത്തിൻ്റെ 2ാം ഘട്ട ക്ഷേത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതിന് വേണ്ടി ഇന്ന് ഡിസംബർ 1-ാം തീയതി മുതൽ തുടർന്നുള്ള മാസങ്ങളിലും ദിവസങ്ങളിലും ഇത് വൻ വിജയത്തിലേക്ക് കൊണ്ടുപോയി ആര്യാടിനെ ഒരു ക്ലീൻ പഞ്ചായത്താക്കി മാറ്റുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ പദ്ധതിയോടുകൂടി. ടൈനോസ് മുഹമ്മദ്. പള്ളിപ്പുറം തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും കുടുംബ സംഗമമാണ് ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത്. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് മനൂസി പുളിക്കൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. SCB മുപ്പത്തരം സെക്രട്ടറി PH സാബു സെമിനാർ നയിച്ചു. തുടർന്ന് ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും കുടുംബ സംഗമം നടന്നു. സാന്ത്വനം സെക്രട്ടറി B വിനോദ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഒരു ഭരണവർഗവും നമ്മുടെ ലോകത്തും നമ്മുടെ രാജ്യത്തും അവർ കണ്ടുപിടിച്ചത് ഈ സഹകരണ പ്രസ്ഥാനങ്ങളെയൊക്കെ തകർത്താൽ കേരളത്തിൻ്റെ ഈ മുന്നോട്ടുള്ള പ്രയാണം അവസാനിക്കണമെന്നാണ് നമ്മൾ പരിശോധിച്ചത്. മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, വയനാട് സംഭവിച്ചൊരു പോലൊരു ദുരിതം കേരളം കണ്ടിട്ടില്ല. കേരളത്തിലെ ജനങ്ങളാണ് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിദേശ നാണ്യം നേടിക്കൊടുക്കുന്ന സംസ്ഥാനം. DV വിമൽദേവ് അധ്യക്ഷത വഹിച്ചു. AK പ്രസന്നൻ, PR ഹരിക്കുട്ടൻ, PR റോയ്, ലീലാമ്മ രാമചന്ദ്രൻ, K തങ്കപ്പൻ, അനിൽകുമാർ, മുൻകാല ജീവനക്കാർ, ഭരണസമിതി അംഗങ്ങൾ, നിലവിലെ ജീവനക്കാർ, ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടികളിൽ പങ്കെടുത്തു. തുടർന്ന് ഫ്യൂഷൻ കൈകൊട്ടിക്കളി മത്സരം അരങ്ങേറി. PS മനീഷ് നന്ദിയും KM തിലകൻ സ്വാഗതവും പറഞ്ഞു. ടൈം ന്യൂസ്, ചേർത്തല. ഭാരത് ഗ്യാസിന്റെ ആഭിമുഖ്യത്തിൽ ചേർത്തലയിൽ പാചക മത്സരം സംഘടിപ്പിച്ചു. ചേർത്തല ലക്ഷ്മി ഗ്യാസ് ഏജൻസിയുടെ സഹകരണത്തോടെയാണ് പാചക മത്സരം നടത്തിയത്. ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളുടെ ആഭിമുഖ്യത്തിലാണ് ഭാരത് ഗ്യാസിന്റെ പാചക മത്സരം ചേർത്തലയിൽ സംഘടിപ്പിച്ചത്. ചേർത്തല ലക്ഷ്മി ഗ്യാസ് ഏജൻസിയുടെ സഹകരണത്തോടെ ചേർത്തല ലയൺസ് ക്ലബ്ബ് ഹാളിലാണ് മത്സരം നടന്നത്. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ പാചക മത്സരം ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ A അജി അധ്യക്ഷനായി. മത്സരത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ഇന്ന് നമ്മൾ എല്ലാം മിനിസ്ട്രിയുടെ ഗൈഡ്ലൈൻസ് സെൻസ് ഓഫ് ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് എല്ലാ സ്ഥലത്തിലും എല്ലാ ഡിസ്ട്രിക്റ്റിലും നമ്മൾ ഇന്ന് കുക്കിംഗ് കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇത് മെയിനായിട്ട് കസ്റ്റമറുടെ അടുത്ത് ഒരു സേഫ്റ്റി അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. LPGയുടെ ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സ് എങ്ങനെ ഉപയോഗിക്കണം, പിന്നെ അതിൻ്റെ യൂസേജ് എത്ര, കസ്റ്റമറുടെ ഇൻ കേസ് എമർജൻസി ഉണ്ടെങ്കിൽ എന്താ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇതൊരു അവയർനെസ്സിന് വേണ്ടിയിട്ട് എടുത്ത ഒരു കുക്കിംഗ് കോമ്പറ്റീഷനാണ്. ഇപ്പോൾ അവർ എല്ലാവരും കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഇത് നമ്മൾ ഭാരത് ഗ്യാസിൻ്റെ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ ലക്ഷ്മി ഏജൻസി എന്ന് പറഞ്ഞിട്ട് ഒരു ഏജൻസി വെച്ചിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് പോകുന്നുണ്ട്. സോ ഇതിൻ്റെ ശേഷം കസ്റ്റമറുടെ അവയർനെസ് LPG അവയർനെസ് കൂടുന്നതിനനുസരിച്ചിട്ട് കണ്ടക്ട് ചെയ്യുന്നത്. വെജിറ്റബിൾ പുലാവ്, വെജിറ്റബിൾ സൈഡ് ഡിഷ് എന്നിവയിലായിരുന്നു മത്സരം. ഒന്നാം സമ്മാനമായി 5001 രൂപയും 2ാം സമ്മാനമായി 3001 രൂപയും 3ാം സമ്മാനമായി 2001 രൂപയും നൽകി. ഭാരത് ഗ്യാസ് സെയിൽസ് മാനേജർ രാജേഷ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ലക്ഷ്മി ഗ്യാസ് ഏജൻസി പ്രൊപ്പറേറ്റർ ഹരിദാസ് നന്ദി പറഞ്ഞു. ടൈം ന്യൂസ്, ചേർത്തല. പ്രധാന വാർത്തകൾ വീണ്ടും. ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം കായംകുളത്ത് തുടരുന്നു. 11 ഉപജില്ലകളിൽ നിന്നായി 6000-ഓളം പ്രതിഭകൾ പങ്കെടുക്കുന്നു. സംഘനൃത്തം ഉൾപ്പെടെയുള്ള ജനപ്രിയ ഇനങ്ങളാണ് തിങ്കളാഴ്ച വിവിധ വേദികളിൽ അരങ്ങേറിയത്. ചൊവ്വാഴ്ച സമാപിക്കും. ചേർത്തലയിൽ വീണ്ടും വാഹനാപകടം. ടോറസ് ലോറിയിടിച്ച സ്കൂട്ടർ യാത്രക്കാരിയായ യുവതി മരിച്ചു. ചേർത്തല കുറ്റിക്കാട് തയ്യിൽപ്പാടം ഉത്തമൻ്റെ മകൾ 39 വയസ്സുള്ള നിഷയാണ് മരിച്ചത്. ദേശീയപാതയിൽ ചേർത്തല അർത്തുങ്കൽ ബൈപ്പാസിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്കായിരുന്നു അപകടം. ജില്ലാ പഞ്ചായത്ത് അംഗമായ ബിബിൻ സി ബാബു പാർട്ടി വിട്ടുപോയതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച CPM പ്രവർത്തകർ. പത്തിയൂരിൽ കേക്ക് മുറിച്ചും പടക്കം പൊട്ടിച്ചുമാണ് പ്രവർത്തകർ ആഹ്ലാദം പ്രകടിപ്പിച്ചത്.
കനത്ത മഴയെ തുടർന്ന് ആലപ്പുഴ ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലായി. നൂറുകണക്കിന് വീടുകളിലും വെള്ളം കയറി. ചേർത്തലയിലെ പ്രധാന റോഡുകളിലും വെള്ളക്കെട്ട്. പാണാവള്ളിയിൽ CPM പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു. വൈദ്യുതി ബിൽ അടയ്ക്കാത്തതിനെ തുടർന്ന് തെരുവ് വിളക്ക് തെളിയാതെ കിടന്ന പശ്ചാത്തലത്തിലായിരുന്നു ഉപരോധ സമരം. തകർന്ന റോഡ് നന്നാക്കാത്തതിൽ തീരദേശവാസികളുടെ വേറിട്ട പ്രതിഷേധം. ചേർത്തല തൈക്കൽ മുതൽ അന്ധകാരനഴി വരെ കിടപ്പ് സമരം നടത്തിയാണ് തീരദേശവാസികൾ പ്രതിഷേധം ഒരുക്കിയത്. യുവശബ്ദം ജനകീയ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.